വെൽക്കം ഗായ്സ്. ഇന്നൊരു അടിപൊളി പനീർ ചില്ലിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നോർത്ത് ഇന്ത്യയിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഡിഷാണ്. നമുക്ക് അതിന് വേണ്ടി ശകലം മൈദ ഒരു പാത്രത്തിലെടുക്കാം. അതിൻ്റെ അകത്ത് നമുക്ക് അത്യാവശ്യമുള്ള സാമഗ്രി എന്ന് പറയുന്നത് കുരുമുളക് പൊടിയാണ്. ശകലം കുരുമുളക് പൊടിയും ശകലം ഉപ്പും ചേർത്ത് നമുക്കൊരു പേസ്റ്റ് പോലെ ഉണ്ടാക്കാം. ഇല്ല, പേസ്റ്റിൽ നമ്മൾ പനീർ കട്ട് ചെയ്ത് ക്യൂബ്സ് ഓരോന്നായി ഡിപ്പ് ചെയ്തിട്ട് നമുക്ക് ഓരോന്നായിട്ട് വറുത്തെടുക്കാം. വറുത്തെടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, കൈ കൊള്ളാതെ. നമ്മൾ ഓരോന്നായിട്ട് ഇപ്പോൾ എല്ലാം ഡിപ്പ് ചെയ്ത് നമ്മൾ ഉണ്ടാക്കി അത് നമ്മൾ ഫ്രൈ ചെയ്ത് ഒരു പാത്രത്തിലേക്ക് ആക്കണം. പിന്നെ ഇല്ല, ബാക്കിയുള്ള എണ്ണയിൽ നമ്മൾ സവാള ക്യൂബായിട്ട് കണ്ടിച്ച് അതിൻ്റെ കൂടെ നമുക്ക് ശിംല മിർച്ചും ചേർത്ത് ഇളക്കി നമുക്ക് ശകലം ഉപ്പ് ഇട്ടുക ആവശ്യത്തിന്. അതിനുശേഷം ശകലം ഇഞ്ചി, ശകലം പച്ചമുളക്, എരിവിനനുസരിച്ച് ശകലം ഉള്ളിപ്പൂവ്, അതാണ് അത്യാവശ്യം, ഉള്ളിപ്പൂവ് അതിട്ട് നമ്മൾ നല്ലപോലെ ഒന്ന് യോജിപ്പിച്ച് നല്ലപോലെ ഒന്ന് ശകലം ആവശ്യമുള്ളത്ര അതൊന്ന് വേവിച്ചെടുക്കുക. ഹാഫ് ബോയിൽ മതി. ഇനി ഒരു സ്പൂണിൽ കുറച്ച് സോയാ സോസും റെഡ് ചില്ലി സോസും പിന്നെ ശകലം ടൊമാറ്റോ സോസും കൂടെ മിക്സ് ചെയ്ത് കഴിഞ്ഞ് അത് നമ്മൾ ഇതിൽ ആഡ് ചെയ്യേണ്ടതാണ്. അപ്പോൾ ആദ്യം എല്ലാം കൂടെ ഒഴിക്കുമ്പോൾ കഴിഞ്ഞ് പോകും. അതിനോട് എല്ലാം കൂടെ ഒരു സ്പൂണിനെടുത്ത് കഴിഞ്ഞ് എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് നമ്മളതിൻ്റെ അകത്ത് ഒഴിച്ച് നല്ലപോലെ ഇളക്കാം. ഇളക്കി കഴിയുമ്പം നല്ലൊരു ഫ്ലേവറും വരുന്നുണ്ട്, അതിൻ്റെ മണമുണ്ട്, അടിപൊളി മണമുണ്ട്, നല്ല ഫ്ലേവറുണ്ട്. ശകലം ഒന്ന് വേവിച്ച് കഴിഞ്ഞ് നമുക്ക് അതിൻ്റെ ശകലം കോൺഫ്ലവറിൻ്റെ വെള്ളം ചാലിച്ച്, പക്ഷേ ഇത് തിക്നെസ്സിന് വേണ്ടിയാണ്. ഇത് ഒഴിച്ച് കഴിഞ്ഞ് നല്ലൊരു തിക്നെസ് ആയിരിക്കും. ഇതോടെ ഇട്ട് നമ്മൾ നല്ലപോലെ ഒന്ന് ഇളക്കി നല്ലപോലെ ഒന്ന് വേവിച്ച് കഴിഞ്ഞ് അത് കഴിഞ്ഞ് നമുക്ക് പനീർ ക്യൂബ്സ് നമ്മൾ വറുത്ത് വെച്ച് പനീർ ക്യൂബ്സ് എല്ലാം അവിടെ ഇട്ട് അത് നല്ലപോലെ ഒന്ന് ഇളക്കി നല്ലൊരു ഫ്ലേവറായിരിക്കും. അതിലൂടെ മിക്സ് ചെയ്ത് നല്ലൊരു സോഫ്റ്റ് ആക്കി കഴിഞ്ഞ് കുറച്ച് നേരം ശകലം നേരം ഒന്ന് വേവാൻ സമ്മതിക്കാം. അതുവരെ നമുക്ക് വിടാം. ഇത് 4 മണിക്കൊക്കെ പിള്ളേർക്ക് വേണ്ടി അടിപൊളി ടേസ്റ്റ്, നല്ല പ്രോട്ടീനുള്ളൊരു നല്ലൊരു ഡിഷാണ്. ഇത് കഴിക്കാൻ നമുക്ക് വളരെയധികം രസമായിരിക്കും. ഞാൻ ശകലം ഉപ്പ് കുറഞ്ഞു പോയി, ശകലം കൊണ്ട് ഞാൻ ഉപ്പ് അതിന് ഇട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മുടെ ഒരു അടിപൊളി പനീർ ചില്ലി റെഡിയാണ്. ഇത് നമുക്കൊരു പാത്രത്തിലിട്ടെടുത്ത് നമുക്ക് ഒന്ന് കഴിച്ച് നോക്കാം. അടിപൊളിയാണ്. ഒന്ന് ടേസ്റ്റ് ചെയ്യുക, എല്ലാവരും ഒന്ന് പരീക്ഷിക്കുക. ഗുഡ് ബൈ.